പ്രിയങ്ക പറഞ്ഞത് പിണറായി പറയാത്തത്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിൽ ഇന്ന് പരസ്യപ്രചരണം അവസാനിക്കുകയാണ്. ഗോധയിൽ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും കൊഴുക്കുകയാണ്. സർക്കാരിന്റെ പോരായ്മകളെ പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുമ്പോൾ എന്നും അസഹിഷ്ണുതയോടെ മാത്രം സമീപിക്കുന്ന CPM LDFും പ്രതിരോധിക്കാൻ നുണപ്രചരണങ്ങളാൽ മുന്നിട്ടിറങ്ങുന്ന കാഴ്ചയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF തങ്ങളുടെ വിജയം ഉറപ്പിച്ച് അത് ഭൂരിപക്ഷ വോട്ടാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകുമ്പോഴാണ് അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിച്ച് ജനങ്ങളെ തിരിക്കാനുള്ള ശ്രമം CPM നടത്തിയതും അതൊക്കെ ജനം തികഞ്ഞ പുച്ഛത്തോടെ തള്ളിക്കളഞ്ഞതും. തുടർന്ന് LDF മന്ത്രിമാർ അടക്കമുള്ള നേതാക്കൾ ഏറ്റവും ഹീനമായ രീതിയിൽ അപക്വമായ പ്രസ്താവനകളാൽ മുന്നിട്ടിറങ്ങി ഒരു 14-കാരൻ വിദ്യാർത്ഥിയുടെ മരണത്തെ പോലും മുൻനിർത്തി ഇലക്ഷൻ പ്രചരണത്തിൽ ആയുധമാക്കാൻ ശ്രമിച്ചു. അതിൻ്റെ യാഥാർത്ഥ്യവും ജനം തിരിച്ചറിയുകയായിരുന്നു. CPM ഉണ്ടാക്കാൻ ശ്രമിച്ച വിവാദങ്ങളെല്ലാം തന്നെ അവരെ തിരിഞ്ഞുകൊത്തി എന്നുള്ളതാണ് നിലമ്പൂരിലെ പരമാർത്ഥം. ഈ സാഹചര്യത്തിലാണ് പ്രിയങ്ക ഗാന്ധി ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി നിലമ്പൂരിൽ എത്തിയത്. കോൺഗ്രസ് ദേശീയ നേതാവും വയനാട് MPയുമായ പ്രിയങ്ക ഗാന്ധിയുടെ വരവിനെ പ്രതിരോധിക്കാനായാണ് പിണറായി വിജയനും നിലമ്പൂരിലെത്തി ജനത്തിനെ അഭിസംബോധന ചെയ്തത്. പ്രിയങ്ക പറഞ്ഞ കാര്യങ്ങൾ നിലമ്പൂർ ജനത മാത്രമല്ല, കേരള ജനത ഒന്നടങ്കം ഏറ്റെടുക്കുകയായിരുന്നു. അവിടെ പിണറായി എന്താണ് പറയാതെ ഇരുന്നത്, പ്രിയങ്ക ഗാന്ധി എന്തു പറഞ്ഞു എന്നത് ജനം വിലയിരുത്തിയിരിക്കുകയാണ്. സത്യത്തിൽ LDFന് നിലമ്പൂരിൽ അവസാന നിമിഷ പ്രചരണം തങ്ങളുടെ നേതാവിൻ്റെ കയ്യിൽ നിന്നും വഴുതിപ്പോയി എന്ന് അവർക്ക് ഉറപ്പായി കഴിഞ്ഞു. നിലമ്പൂരിൽ പ്രിയങ്ക പറഞ്ഞതും പിണറായി പറയാത്തതും നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഒന്നാമതായി പ്രിയങ്ക പറഞ്ഞത് ആശാപ്രവർത്തകരുടെ സമരത്തിന് പൂർണ്ണ പിന്തുണ നൽകുന്നു എന്നതാണ്. അവർക്ക് ഈ രാജ്യം, ഈ സംസ്ഥാനം എന്താണ് നൽകുന്നത് എന്ന് പ്രിയങ്ക ചോദിച്ചു. കോവിഡ് കാലത്ത് ജീവൻ പോലും പണയം വെച്ച് സേവനം നടത്തിയവർ, ഓരോ വീട്ടിലുമുള്ള കിടപ്പ് രോഗികൾക്ക്, ക്യാൻസർ രോഗികൾക്ക് തുടങ്ങി അതിദാരുണ അവസ്ഥയിൽ ജീവിക്കുന്ന കുടുംബങ്ങൾക്ക് ആശ്വാസവും സഹായവുമായി നിൽക്കുന്ന അവർ അവരുടെ സ്വന്തം കുടുംബം നോക്കാനും മക്കളെ പോറ്റാനും മാത്രമാണ് മിനിമം വേതനത്തിനായി ആവശ്യപ്പെട്ടത്. എന്നാൽ കേരള സർക്കാർ എന്താ ചെയ്തത്? ഇനിയൊരു ചർച്ചയും ആശാവർക്കർമാരുമായി വേണ്ട എന്ന നിലപാടെടുക്കുകയും അവരെ അവഹേളിക്കുകയും ചെയ്യുന്ന നയമാണ് കൈക്കൊണ്ടത്. ഞാൻ അവരുടെ കൂടെയാണ്. അവരുടെ ദുരിതത്തിന് മേൽ UDFന് ചെയ്യാൻ ഒരുപാട് ഉണ്ട്, അവർ നിലമ്പൂരിൽ പറഞ്ഞു. രണ്ടാമതായി നിലമ്പൂരിൽ വൈദ്യുതാഘാതത്തിൽ മരണമടഞ്ഞ അനന്തു എന്ന 14 വയസ്സുകാരൻ്റെ കാര്യത്തിലും ഇടപെട്ടു പ്രിയങ്ക ഗാന്ധി. ഇനി ഇതുപോലുള്ള മരണങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് മുന്നിലുണ്ട് എന്നും പ്രിയങ്ക അവിടെ പറഞ്ഞു. പെൻഷൻ തടഞ്ഞു വെച്ച് ജനങ്ങളെ ദുരിതത്തിലാക്കുകയാണ് സർക്കാർ എന്ന് അവർ ആവർത്തിച്ചു. ഇത്രയും കാലം പെൻഷൻ നൽകാതിരിക്കുകയും അത് ഇലക്ഷൻ കാലത്ത് വിതരണം ചെയ്യുന്നത് ജനജീവിതം രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്ന് പ്രിയങ്ക ഗാന്ധി CPMനെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് പറഞ്ഞു. ഇതൊന്നും ഞാനിവിടെ പറയുന്നത് വോട്ട് നേടാൻ വേണ്ടിയല്ല. ഇതിൻ്റെ പേരിൽ നിങ്ങൾ UDFന് വോട്ട് നൽകേണ്ട. MPയായ ഞാനല്ലേ എൻ്റെ ജനത്തിൻ്റെ ആവശ്യങ്ങൾ എടുത്തു പറയേണ്ടത് എന്നും പ്രിയങ്ക അവിടെ ചോദിച്ചു. മനുഷ്യാവകാശങ്ങൾ ഏറ്റവും കൂടുതൽ ഹനിക്കപ്പെടുന്ന 2 സർക്കാരിൻ്റെയും കാലഘട്ടത്തിലൂടെയാണ് ജനം കടന്നു പോകുന്നത് എന്ന് അവർ ചൂണ്ടിക്കാട്ടി. ഗാസ പ്രശ്നത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകളെ അവർ വിമർശിച്ചു. മാനവികീയത നഷ്ടമായ ഒരു ഭരണത്തിന് എങ്ങനെ സ്വന്തം രാജ്യത്തിൻ്റെ പൗരന്മാരെ സംരക്ഷിക്കാൻ കഴിയുമെന്ന് അവർ ചോദിച്ചു. മാനവികതയും ജനാധിപത്യവും ജനക്ഷേമവും ഉയർത്തിപ്പിടിച്ചായിരുന്നു പ്രിയങ്ക അവിടെ സംസാരിച്ചത്. ഒരു രാഷ്ട്രീയ പ്രസംഗമല്ലാതെ ജനത്തിനോടൊപ്പം ചേർന്ന് നിന്ന് അവരുടെ തീഷ്ണ ജീവിതത്തിൻ്റെ ഭാഗമായി നിന്നാണ് അവർ അവിടെ സംസാരിച്ച് ജനങ്ങളോട് സംവദിച്ചത്. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലമ്പൂർ പ്രസംഗം എന്തായിരുന്നു? ശത്രു സംഹാരത്തിനായി ഏത് നീതിശാസ്ത്രവും അതിഹീനമായി വലിച്ചൊടിക്കുന്ന CPM തന്ത്രങ്ങളുടെ നേർസാക്ഷ്യമായിരുന്നു അവിടെ കണ്ടത്. പെൻഷൻ നിഷേധിച്ചത് UDF ആണ് എന്ന പച്ച നുണയും അവിടെ പിണറായി പറഞ്ഞത് ഒരു ഉദാഹരണം മാത്രം. എന്നാൽ അനന്തുവിൻ്റെ മരണം, ആശാവർക്കറുടെ കാര്യം, പെൻഷൻ വിലക്ക്, വന്യമൃഗശല്യത്തിൽ നിലമ്പൂരിലെ ആശങ്ക തുടങ്ങിയ കാര്യങ്ങളൊന്നും മുഖ്യമന്ത്രി അവിടെ പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, കൽപ്പിച്ചു കൂട്ടിയ നുണയാൽ പടുത്തുയർത്തിയ ബിംബവൽക്കരണമാണ് അവിടെ കണ്ടത്. വർഗീയത പറയാനും വോട്ടിനായി അത് വഴിതിരിച്ചു വിടാനും വിരുദ്ധോടെ അദ്ദേഹം അവിടെ പ്രയത്നിക്കുന്നത് കണ്ടു. ജനഹിതമോ ജനക്ഷേമമോ തൻ്റെ വാക്കുകളിൽ വരുത്താതെ വർഗീയതയും രാഷ്ട്രീയവും മാത്രമാണ് അവിടെ പ്രയോഗിച്ചത്. പിന്നെ അൻവറിനെതിരെയുമുള്ള വാക്കുകളിലൂടെയുള്ള ആക്രമണം അവിടെ കണ്ടു. നിലമ്പൂരിലെ വന്യജീവി ആക്രമണങ്ങൾ ഗവൺമെൻറ്റിൻ്റെ കഴിവുകേടാണെന്നുള്ളത് മറച്ചുവെക്കാൻ പല നുണപ്രചരണങ്ങളും അവിടെ പ്രയോഗിച്ചു. ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ മറച്ചുവെച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാക്കുകളാണ് മുഖ്യമന്ത്രി അവിടെ നടത്തിയത്. ഇവിടെയാണ്
പ്രിയങ്ക ഗാന്ധിയുടെ ഇടപെടൽ ജനശ്രദ്ധ നേടുന്നത്. പിണറായി പറയാതെ മറച്ചു വെച്ചത് പ്രിയങ്ക എടുത്തു പറഞ്ഞു. ജനത്തിനൊപ്പം രാഷ്ട്രീയം പറയാതെ അവരുടെ വികാരങ്ങളെ മാനിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തെ തൊട്ടുകൊണ്ട് പ്രിയങ്ക പറഞ്ഞതൊക്കെ ഹൃദയത്തിൽ എഴുതിയായിരുന്നു. അതുകൊണ്ടാണ് നിലമ്പൂരിലെ ജനത പ്രിയങ്കയെ യഥാർത്ഥ നേതാവായി കണ്ട് അവരുടെ വാക്കുകൾക്ക് ഹർഷാരവം മുഴക്കിയത്. ഊതിപ്പെരുപ്പിച്ച കള്ളങ്ങളിൽ സർക്കാരുണ്ടാക്കി ആ സർക്കാരിനെ അധികാരത്തിന്റെ ചട്ടക്കൂടിലിട്ട് ജനത്തെ പിഴിയാനും അടിച്ചമർത്താനും ഉപയോഗിക്കുന്ന ഹിറ്റ്ലർ കാലഘട്ടത്തിനെ അനുസ്മരിപ്പിക്കും വിധമുള്ള ഭരണം കാഴ്ചവെച്ച് കിരാതവാഴ്ച നടത്തുന്ന ഒരു സർക്കാരിൻ്റെ കാലത്താണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. അത് കടപുഴക്കണം. ജനാധിപത്യത്തിൻ്റെ തായ്വേരുകൾ ഇനിയും ഇവിടെ മണ്ണിൽ ഓടണം. ജനജീവിതം ദുസ്സഹമാക്കാതെ സമാധാനത്തിൻ്റെ വറുതിയില്ലാത്ത ഒരു കേരളം സംജാതമാക്കണമെങ്കിൽ UDF വരണം. അതിന് നിലമ്പൂർ ഒരു തുടക്കമാവട്ടെ. ആര്യാടൻ ഷൗക്കത്ത് അവിടെ ചരിത്ര വിജയ ഭൂരിപക്ഷം കൊയ്യട്ടെ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.